വേദിയിലിരിക്കുന്ന ഈ യോഗത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന വേലക്കുന്നേൽ കുടുംബാംഗങ്ങളെ, ഈ അവസരത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്നത് 3 തലമുറയിൽപ്പെട്ട മക്കളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ഞാൻ നിന്നിൽ നിക്ഷേപിച്ച എൻ്റെ ആത്മാവും എൻ്റെ വചനങ്ങളും നിന്റെയോ നിന്റെ മക്കളുടെയോ മക്കളുടെ മക്കളുടെയോ അധരത്തിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. ഇവിടെ കൊച്ചുമോനും മോന്റെ അപ്പനും കൊച്ചുമോന്റെ വല്യപ്പനും, അങ്ങനെ 3 തലമുറയെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുക. അപ്പൊ ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു: നിലനിൽക്കുന്ന ഘടകം എന്താണ് എന്ന്. ഞാൻ നിന്നിൽ നിക്ഷേപിച്ച എൻ്റെ ആത്മാവും എൻ്റെ വചനങ്ങളും തലമുറകളിലൂടെ നിലനിൽക്കും. വേലക്കുന്നേൽ കുടുംബം ഇന്ന് 12ാം വർഷം കുടുംബ യോഗം ഒന്നിച്ച് വിളിച്ചു ചേർന്നിരിക്കുമ്പോൾ നമ്മെ ഈ വർഷങ്ങളോളം നിലനിർത്തിയത് എന്താണ് എന്നോർക്കണം. കർത്താവ് പഠിപ്പിച്ചു, പിതാക്കന്മാർ ഉറപ്പിച്ചിട്ടുള്ള കല്ലുകൾ, അതിർത്തി കല്ലുകൾ നീയായിട്ട് മാറ്റി സ്ഥാപിക്കരുത്. ഇത് ഭൂമിയിൽ കുഴിച്ചിടുന്ന കല്ലിനെ കുറിച്ചല്ല എന്ന് നമുക്കൊക്കെ അറിയാം. പിതാക്കന്മാർ ഉറപ്പിച്ച മൂലക്കല്ല്, അതിർത്തി കല്ല്, എഫേസ്യസ് ലേഖനം 2:20 നമ്മൾ കാണുന്നു. യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലും അപ്പസ്തോലന്മാർ ഇട്ട അടിസ്ഥാന കല്ലുകളും ചേർത്ത് വെച്ച് ആ സഭയോട് ചേർന്ന് പടുത്തുയർത്തേണ്ടവരാണ് നാം എല്ലാവരും. വർഷങ്ങൾക്ക് മുമ്പ് തോമസ് അപ്പസ്തോലൻ AD 52 ഈ കേരളത്തിന്റെ മണ്ണിൽ കൊടുങ്ങല്ലൂരിൽ കാല് കുത്തിയപ്പോൾ 7 സഭാസമൂഹങ്ങൾ സ്ഥാപിച്ച് ആ സഭാസമൂഹങ്ങളിൽ ഒന്നിൽ വേരുറപ്പിച്ച് വളർന്നു വന്ന് ശാഖോപശാഖകളായി പിരിഞ്ഞ് ഇന്ന് ഇത്തരത്തിൽ എത്തിയ വേലക്കുന്നേൽ കുടുംബം, എന്റെ മുമ്പിലിരിക്കുന്ന അവസാന കണ്ണിയായ കൊച്ചുമക്കൾ പിറകോട്ട് നോക്കിയിട്ട് ഇട്ട ആദ്യത്തെ അടിക്കല്ല് ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ആ ആണിക്കല്ലിനോട് ചേർത്ത് സ്വന്തം ജീവിതത്തെ വിലയിരുത്തുകയും ചെയ്യാനാണ് ഒരുപക്ഷെ ഈ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുക. ഇതുപോലുള്ളൊരു കെട്ടിടം പണിയുമ്പോൾ സാധാരണ നമ്മൾ കാണാറുണ്ട്, മേസ്തിരി അടിക്കല്ലിടും, പിന്നീട് അതിന്റെ മുകളിലേക്ക് വെക്കുന്ന ഓരോ കല്ലും ആദ്യം വെച്ച കല്ലുമായി ഒരു തൂക്കുകട്ടയിട്ട് ഒത്തുനോക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരിക്കലും മേസ്തിരി അതിന് മുൻപ് വെച്ച ഒരു കല്ലിനോട് ചേർത്തല്ല ഒത്തുനോക്കുക. ഏറ്റവും ആദ്യം നിക്ഷേപിച്ച ആണിക്കല്ലിനോട് ചേർത്ത് വെച്ചാണ് എല്ലാ കല്ലും മേസ്തിരി ഒത്തുനോക്കുക. അതുകൊണ്ട് തമ്പുരാനും അത് പഠിപ്പിച്ചു. യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലും അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേലും പടുത്തുയർത്തപ്പെട്ട് വളർന്നു വന്ന ക്രൈസ്തവ സമൂഹം, ഈ കുടുംബാംഗങ്ങൾ, ഈ കുടുംബം
എല്ലാ ദിവസവും ഒത്തുനോക്കേണ്ടത് ഈ ആണിക്കല്ലിനോട് ചേർത്താണ്. അങ്ങനെ ഒത്തുനോക്കുമ്പോൾ നിലനിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ആത്മാവ് മാത്രമാണ്. അതുകൊണ്ട് ഈശോ ഒരു കുടുംബം തകരാതിരിക്കാൻ മനുഷ്യവർഗത്തിന് കൊടുത്തിരിക്കുന്ന സർവോന്മുഖമായ ഒരു കൽപ്പനയാണ്: നീ മറ്റൊരാത്മാവിനെ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ വ്യക്തിത്വത്തിലേക്ക് നീ പ്രവേശിപ്പിക്കരുത്. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തില് 12-13 വചനത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്: നിന്റെ മക്കളെ മറ്റു മതസമൂഹങ്ങളിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയോ ഇതര സമൂഹത്തിൽ നിന്ന് നിന്റെ കുടുംബത്തിലേക്ക് ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരികയോ അരുത്. അങ്ങനെ ചെയ്താൽ ഒരു പുതിയ അരൂപി, പുതിയ ഒരാത്മാവ് നിന്റെ കുടുംബത്തിൽ വന്ന് പ്രവേശിക്കും. അത് നിന്റെ കുടുംബത്തെ തകർത്ത് കളയും. തമ്പുരാൻ പഠിപ്പിക്കുകയാണ് യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുക, ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല. കയറിക്കൂടുന്ന ആത്മാവ് ആ കുടുംബ ബന്ധത്തെ തീർത്തു കളയും. നമ്മൾ ഓർക്കുക, പ്രാവിന്റെ സമൂഹത്തിലേക്ക്, പ്രാക്കളെ മുഴുവനും വളർത്തുന്ന ഒരു കെട്ടിടത്തിലേക്ക് നാം ഇതര വർഗത്തിൽപ്പെട്ട ഒരു പരുന്തിനെ കൊണ്ടുവന്ന് വളർത്താൻ പദ്ധതിയിട്ടാൽ, ഈ പ്രാക്കളുള്ള ആ ഹോളിലേക്ക് പരുന്തിനെ കയറ്റിവിട്ടാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രാവ് മുഴുവൻ തീരും. വേലക്കുന്നേൽ കുടുംബയോഗത്തിലേക്ക് പിതാക്കന്മാരായിട്ട് കടത്തിക്കൊണ്ടുവന്ന ആ വിശ്വാസം, ആ ദൈവകൃപ നശിച്ചു പോകുന്ന ഒന്നിനെ ഈ കുടുംബ പാരമ്പര്യത്തിലേക്ക് ഒരാൾ പോലും വിളിച്ചുകൊണ്ട് വരരുത്. ഇതാണ് കർത്താവ് പഠിപ്പിക്കുക. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മകൻ ഇസഹാക്കിന് പ്രായപൂർത്തി എത്തിയപ്പോൾ തന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം ചെന്ന വേലക്കാരൻ എലയാസറിനെ വിളിച്ചിട്ട് പറഞ്ഞു: എന്റെ കുടുംബ പാരമ്പര്യത്തിൽ ചെന്ന് എന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു പെൺകുട്ടിയെ എന്റെ മകൻ ഇസഹാക്കിന് ഭാര്യയായി കൊണ്ടുവരണം. വേറെ എവിടുന്നും കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ ഈ കുടുംബം തീരും. ഇത് കുടുംബങ്ങൾ തീർന്നു പോകുന്നതിന്റെ കാരണം അതാണ്. പുതിയൊരു ആത്മാവ് പ്രവേശിക്കുന്നതാണ്. ദൈവമായ കർത്താവ് നിന്നിൽ നിക്ഷേപിച്ച പരിശുദ്ധാത്മാവിന് പകരം ലോകത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ ഒരുവനെ നിന്നോട് ചേർത്ത് വെച്ചാൽ നിന്റെ കുടുംബം നശിച്ചു പോകും. നമ്മൾ ഓർക്കുക, ഒരു വിശ്വാസത്തിൽ യാത്ര ആരംഭിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ ഇതാ കടൽക്കര നിൽക്കുന്ന ഒരു മനുഷ്യൻ കരം കാണിച്ച് വിളിച്ച് പണം നൽകി കപ്പലിൽ പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു.